എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം വെച്ച് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ സെയിം തന്നെ എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം ആർ ഉണ്ട്, ക്യൂ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ എസ് ഇല്ല, ക്യൂവും ആറും ടിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനീഷ്യലൈസേഷൻ സെയിം തന്നെ. R1ലേക്ക് N വരും, R2ലേക്ക് B വരും, T1 0 വരും, T2 1 വരും. വൈൽ R2 greater than 0, Q equal to R1 divided by R2. R എന്ന് പറയുന്നത് R1 മൈനസ് ക്യൂ R2. R1ലേക്ക് R2 എക്സ്ചേഞ്ച് ചെയ്യുക, R2ലേക്ക് R എക്സ്ചേഞ്ച് ചെയ്യുക, T കണ്ടുപിടിക്കുക, T1ലേക്ക് T2 എക്സ്ചേഞ്ച് ചെയ്യുക. അവസാനം നമുക്ക് R2 0 ആകുമ്പം കിട്ടുമ്പോൾ R1 1 ആണെങ്കിൽ ഇൻവേഴ്സ് B ഇൻവേഴ്സ് എന്ന് പറയുന്നത് T1 ആയിരിക്കും. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ഒരു നമ്പർ ഇൻ ഇസഡ് ഒരു നമ്പർ എന്നായിരിക്കും. അതിൽ ഈ ഇസഡിൻ്റെ കൂടെ വരുന്ന നമ്പറാണ് N. ഇതായിരിക്കും നമ്മുടെ B. ക്വസ്റ്റ്യനിലുള്ള ഇതായിരിക്കും B, ഇതായിരിക്കും N. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇനീഷ്യലൈസേഷൻ ചെയ്തു. R1ലേക്ക് N വന്നു, R2ലേക്ക് B വന്നു, T1 0 വന്നു, T2 1 വന്നു. എന്നിട്ട് അൽഗോരിതം പറഞ്ഞ പോലെ തന്നെ റിമൈൻഡർ കണ്ടുപിടിക്കുക, കോഷ്യൻ്റ് കണ്ടുപിടിക്കുക. കോഷ്യൻ്റ് കണ്ടുപിടിച്ചു, റിമൈൻഡർ കണ്ടുപിടിച്ചു, ടി കാൽക്കുലേറ്റ് ചെയ്തു ഈ ഫോർമുല വെച്ചിട്ട് T1 മൈനസ് ക്യൂ ടൈംസ് T2. അപ്പം R2 0 ആയിട്ടില്ല, ഇനി എക്സ്ചേഞ്ച് ചെയ്യുക. 12 ഇങ്ങോട്ട് വന്നു, 2 ഇങ്ങോട്ട് വന്നു, T2യിലുള്ള വാല്യൂ T1ലേക്ക് വന്നു, Tയിലുള്ള വാല്യൂ T2യിലേക്ക് വന്നു. എന്നിട്ട് വീണ്ടും കോഷ്യൻ്റ് കണ്ടുപിടിക്കുക, റിമൈൻഡർ കണ്ടുപിടിക്കുക, ടി കണ്ടുപിടിക്കുക. അപ്പോൾ R2 0 ആയിട്ടില്ല, വീണ്ടും ഇങ്ങോട്ട് വരിക, 2 ഇങ്ങോട്ട് വരിക, 0 ഇങ്ങോട്ട് വരിക, -2 ഇങ്ങോട്ട് വരിക, 13 ഇങ്ങോട്ട് വരിക. R2 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് GCD കിട്ടി 2. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞായിരുന്നു R1 1 ആണെങ്കിൽ B ഇൻവേഴ്സ് എന്ന് പറയുന്നത് T1 ആണ്. അപ്പോൾ നമുക്കിവിടെ R1 1 കിട്ടിയില്ല. R1 1 കിട്ടുന്ന കേസും വരാം, 1 കിട്ടാത്ത കേസും വരാം. കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഇതിന് ഇൻവേഴ്സ് ഇല്ല. ഇൻ കേസ് ഇവിടെ R1 1 വന്നാൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ R2 0 വരുമ്പോൾ R1ൻ്റെ വാല്യൂ 1 വന്നാൽ എന്താണോ T1ലെ വാല്യൂ അതായിരിക്കും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്.